ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് സ്പൂൺ പഴംപൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ വലിയ പഴംപൊരികളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്പൂണിൽ ഇങ്ങനെ കോരി വെച്ചിട്ട് ചെറിയ പഴംപൊരിയാണ്. പക്ഷേങ്കിൽ നമ്മൾ ആ പഴംപൊരിൻ്റെക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 4 പഴമാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്തതാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. കുറച്ച് നല്ല തിന്നായിട്ടില്ല, കുറച്ചൊക്കെ ഒരു കട്ടിക്ക് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പഴുത്തതാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ മധുരം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. സ്പൂണോ ഫോർക്കോ എന്തും പറ്റും. നല്ല പഴുത്തതാണെങ്കിലേ നല്ലതിലായി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് മൈദപ്പൊടിയാണ് കേട്ടോ. 4 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയിൽ ഒരു 3.5 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഈ ഒരു പഴത്തിലൊക്കെ ഒരു വെള്ളത്തിൻ്റെ ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ പഞ്ചസാരയും കൂടെ ഇട്ട് ആ ഒരു ഇതിൽ തന്നെ ഇതായി കിട്ടും കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സായി കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ 4 ടേബിൾ സ്പൂണോളം പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചായിട്ട് ഒരു ലൂസാക്കി എടുക്കാം. നല്ല ലൂസല്ല, സ്പൂണിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ലൂസില്ലേ, അത് മതി കേട്ടോ. നല്ല ലൂസാവരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഒഴിച്ചിട്ട് വേണം ഇതാക്കി എടുക്കാൻ. 4 ടേബിൾ സ്പൂണോളം ഞാൻ പാലെടുത്തിട്ട് ഒരു 3.5 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ഇത് വേണ്ടത്. കണ്ടില്ല, സ്പൂണ് നമുക്ക് ചട്ടിക്ക് ഇടുമ്പോൾ അങ്ങനെ കിട്ടണം കേട്ടോ. അതാണ്. അപ്പോൾ ഞാൻ 10 മിനിറ്റോളം വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ നമുക്ക് ഓരോ സ്പൂണിൽ ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഭാഗം പെട്ടെന്ന് ആവുന്നില്ല കേട്ടോ. ചെറുതീയിലിട്ട് ഉള്ളു വെന്ത് കിട്ടണം. കറി മൈദ അരിപ്പൊടിയല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് സമയം തന്നെ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. പെട്ടെന്ന് ആവുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മറിച്ചും തിരിച്ചിട്ടിട്ട് ഇങ്ങനെ പുറം ബ്രൗണും ഉള്ളിൽ നന്നായി വേവുമാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഞാൻ ഉണ്ടല്ലേ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു ഉന്നക്കായൻ്റെയൊക്കെ ആ ഒരു ഇതിൽ. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗം കണ്ടോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും തന്നെ ചെറുതീയിലിട്ടിട്ട് ആക്കി എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്.